സോങ്ങിന്റെ പുതിയ ഭാവം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ, പ്രസന്റഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ്, പവർഡ് ബൈ ഐടെക്സ്, ഡാസ്ല, ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ് ആൻഡ് ഈസ്റ്റേൺ. ഹെൽത്ത് പാർട്ണർ ലൈൻ അറേബ്യൻ ഡെയിൻസ്. കുട്ടിക്കുറുമ്പന്മാരുടെ അടവുകൾക്ക് തുണയായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, സിതാര ചേച്ചി, ടോപ്പ് സിംഗറിന്റെ അഭിമാനം, നമ്മുടെ പ്രിയപ്പെട്ട ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിലെ ബ്രില്യൻ സിംഗർ അതിഥി ദിനേശ് നായർ എത്തുന്നു ഒരു മനോഹര ഗാനവുമായി. വെൽക്കം അതിഥി ഓൺ സ്റ്റേജ്. ഹലോ, ഇതെന്താണ് വെറൈറ്റി ആയിട്ട്? ഇതെന്താണ്, ഉടുപ്പിൽ പൂവാണോ? അല്ല ടൊമാറ്റോ തക്കാളി ഉടുപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് എല്ലാരും പൂവൊക്കെ ഉള്ളതാ വരുന്നത്. അതിഥി തക്കാളിയൊക്കെ ആയിട്ട് ഉടുപ്പിൽ വന്നിരിക്കുന്നുണ്ട്. ഈ തക്കാളി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം യുണീക്ക് അല്ലേ? യുണീക്ക് ആണോ? ആഹാ, ഞങ്ങളോടൊക്കെ തക്കാളി എല്ലായിടത്തും ഉണ്ട്. അത്ര യുണീക്ക് ആയിട്ടുള്ള സാധനമൊന്നുമല്ല, സാമ്പാറിൽ വരെയുള്ള സാധനമല്ല തക്കാളി. നമ്മൾ ഇന്നലെ ടൊമാറ്റോ വെച്ചിട്ടുള്ള ഫേസ് പാക്കിനെ കുറിച്ച് പറഞ്ഞു, കേട്ടിരുന്നോ? ആവണിയാ പറഞ്ഞിരുന്നേ, അത് കേട്ടായിരുന്നോ? അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത് ടൊമാറ്റോ ആണെങ്കിലും കുഴപ്പമില്ല, കുക്കുംബർ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് ആവണി പറഞ്ഞു. പടവലങ്ങ ആണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളും പറഞ്ഞു. പടവലങ്ങ, കുമ്പളങ്ങ സംഭവം മുഖത്ത് അത് വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യാനാ തക്കാളി വെച്ചുള്ള ഫേഷ്യൽ പഠിപ്പിച്ചാ. എന്നിട്ട് അതാണ് ചെയ്തോണ്ട് തന്നെ മീനാക്ഷി. ഞാൻ പരീക്ഷിച്ചിട്ടില്ല, എന്നോട് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ചേന വെച്ചുള്ളതുണ്ട്. പടവലങ്ങ ഒന്ന് കഴിഞ്ഞിട്ട് ചേന ആക്കാം. അല്ലെ, പടവലങ്ങക്ക് മുമ്പ് ചേന ചെയ്യുന്നതാണ് നല്ലത്. ഐയിലെ വിക്രത്തിന്റെ ഫിഗർ കിട്ടും. ഐ സിനിമയിലെ വിക്രത്തിന്റെ ഫിഗർ കിട്ടും. എനിക്ക് അത്ര ഫിഗർ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഞാൻ പരീക്ഷിക്കാം. യുണീക്ക് പാട്ടേതാ? ഇനിയൊന്ന് പാടൂ ഹൃദയമേ. ഇനിയൊന്ന് പാടൂ, അതാണോ? ഇനിയൊന്ന് പാടൂ ഓ, ഞാൻ ഉദ്ദേശിച്ചത് പാടൂ ഹൃദയമേ. ഏതെങ്കിലും ഒരു പാട്ട്, തക്കാളി എന്നുള്ള വാക്കുള്ള ഒരു പാട്ട് പാടാമോ? തക്കാളിയുള്ള ഇത്ര യുണീക്ക് ആയിട്ടുള്ള ഉടുപ്പ് കണ്ടുപിടിച്ചില്ലേ? തക്കാളി എന്നുള്ള വാക്കുള്ള ഒരു മലയാളം പാട്ട്. പച്ചക്കറിക്കായ തെറ്റിൽ പാടി. എന്നാ മീനാക്ഷി മയക്ക് മേടിച്ചിട്ട് പാടും. അല്ല, ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ, ഞാൻ പറഞ്ഞു കൊടുത്തതാ. ബുദ്ധി പ്രയോഗിച്ചതാണ് എന്റെ കുട്ടി. ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതാണ്. അല്ല, പ്രയോഗിച്ചത്. ശരി, ആ പാട്ട് പാടിയത് ആരാണ്? യേശുദാസ്. ഇതൊന്നും അറിഞ്ഞുവിടാതെ നടക്കല്ലേ. ഞാൻ പാട്ട് പറഞ്ഞു കൊടുത്തല്ലേ ഉള്ളൂ. ചേട്ടാ SPB അല്ലേ പാടിയ? അല്ലേ, എംജല്ലേ പാടിയേ? ഏതാ? പച്ചക്കറിക്കായ തട്ടി. ഞാനല്ല. അതെ, അല്ലല്ല, ദാസേട്ടനാണ്. അതോ മലേഷ്യ വാസുദേവൻ? അല്ല, മലേഷ്യ വാസുദേവനല്ല, ത്യാഗരാജനാന്ന് തോന്നുന്നു. അല്ല, ത്യാഗരാം. എന്നാല് ത്യാഗരാം മാസ്റ്റർ ആയിരിക്കും. അപ്പൊ അത് MG എണ്ണം പാടിയ പാട്ടാണ് കേട്ടോ. തക്കാളി വെച്ചുള്ള ഒരു പാട്ട് പാടിയ ആളുടെ മുന്നിലാണ് തക്കാളികൾ ഉടുപ്പിട്ടോണ്ട് വന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞത്. ദൈവമേ, ഇതൊന്നും ഗ്രേഡിനെ ബാധിക്കല്ലേ? ബാധിക്കും. അപ്പൊ മോള് പാട്ട് പാടിക്കോ, തക്കാളിയൊക്കെ പിന്നെ പാടാം. ഓക്കെ. ഹൃദയമേ, ഇൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ഇനിയൊന്നു പാടൂ ഹൃദയമേ, ഇൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിര നിലാവിൻ പുടവ ചുറ്റി ഇൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ.
ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ ഇനിയൊന്നു പാടൂ ഹൃദയമേ. ഒരു വേലിയേറ്റത്തിലെൻ ഹൃദയം വെള്ളിത്തിരകളിലാടുകയായി, തപ്പും തുടിയുമായി പാടുകയായി. ഒരു വേലിയേറ്റത്തിലെൻ ഹൃദയം വെള്ളിത്തിരകളിലാടുകയായി, തപ്പും തുടിയുമായി പാടുകയായി. പുളകിതയാമിനി മലരങ്കണത്തിലെൻ കുയിലുകൾ പാടുകയായി, എൻ്റെ കുയിലുകൾ പാടുകയായി. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പണിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിരനിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ ഇനിയൊന്നു പാടൂ ഹൃദയമേ. അതിഥി സർ, ഇത് മനോഹരമായിട്ട് പാടിയിട്ട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല ഇത്, കാരണം ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ തന്നെ പറഞ്ഞാണ്, ഓ ആ കുട്ടി എന്ത് രസമായിട്ട് പാടി, ഈ പാട്ട് എന്ത് സുന്ദരമായിട്ട് പാടി എന്നുള്ള കമന്റൊക്കെ ഇപ്പൊ ഓൾറെഡി വന്നു. അങ്കിളൊക്കെ സെക്കൻഡറി ആയിപ്പോ പറയുമ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി ഓരോ വീടുകളിലും ഇപ്പൊ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു അതിഥി ഉഗ്രനായിട്ട് പാടിയിട്ടോ, ഇനി അവരെന്ത് പറയുമെന്ന് നോക്കട്ടെ എന്നൊക്കെ ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് പറയുന്നു അതിഥി നന്നായിട്ട് പാടി. ഓക്കെ, ഇത് മെയിൽ സോങ് ആണ് അല്ലേ? മെയിൽ സോങ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെയിൽ സോങ് എടുത്തത്? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട്. ഇതിന്റെ ഈ ലോവർ പോർഷൻസ് വരുമ്പോൾ ക്ലാരിറ്റി വരുന്നുണ്ടോ? താഴെയുള്ള പോർഷൻ ഉണ്ടല്ലോ, അവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഹസ്കിനെസ് വരുന്നില്ലേ പാടുമ്പോഴത്തേക്ക്? മേളിൽ പോയപ്പോ നല്ല ഭംഗിയായിരുന്നു കേൾക്കാൻ, താഴെ വരുമ്പോ ഒരു പിടുത്തം വരുന്നുണ്ടോ? താഴെ വരുമ്പോ കുറച്ച് ഇത് വരുന്നു. ആ പോർഷൻ പാടാം. അതാണ് അവിടാണ് ഞാൻ പറയാൻ കാര്യം. മെയിൽ സോങ് എടുക്കുമ്പം അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി ശ്രുതി കൂട്ടണം. കൂട്ടിക്കഴിഞ്ഞാൽ പഞ്ചം വരുന്നില്ലേ? മറ്റേ മേളിൽ എവിടെ വരെ പോകുന്നുണ്ട്? അമ്മോക്ക് മേളിൽ പോവല്ലോ. ചേട്ടാ, ഈ സെലക്ഷന്റെ കാര്യം നമുക്ക് അത് എനിക്ക് അല്ലേ, അതാണ് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോൾ അതൊരു മെയിൽ സോങ് ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ മെയിൽ സോങ്ങിന്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു മെയിൽ വോയിസിന് പാടാൻ വേണ്ടിയിട്ടാണ്, അത് ഫീമെയിൽ വോയിസിന് പാടാൻ വേണ്ടിയിട്ടല്ല. മെയിലും ഫീമെയിലും പാടുന്ന ഡിഫറെന്റ് വേർഷൻസ് പാടുന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ രണ്ടുപേർക്കും പാടാവുന്ന രീതിയിലായിരിക്കും. ഇതിപ്പോ ജസ്റ്റ് ദാസാറിനെ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ബേസ് റേഞ്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് അങ്ങനെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഫീമെയിൽ വോയിസ് എടുക്കുമ്പോഴത്തേക്കും പ്രശ്നമാണ്. അല്ലേ മോക്ക് പോണം, അവിടെ എത്തിപ്പെടണം. എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഒരു തരും. പാട്ട് അവിടെയൊക്കെ എത്തിച്ചു, സംഭവം പോയി, അതുവഴിയൊക്കെ പോയി, ആ റൂട്ട് വഴിയൊക്കെ അങ്ങ് പോയി. മോശം എന്നുള്ളൊരു വാക്കേ ഞാൻ ഉപയോഗിക്കുന്നില്ല, അസാധ്യമായിട്ട് പാടി. ബട്ട് ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊക്കെ തന്തോയമാകത്തുള്ളൂ. എന്താണ് തന്തോയം? ഓക്കെ, സന്തോഷം. അതിഥി, എനിക്ക് അതിഥി പാടണം കേട്ടപ്പോൾ എന്തായാലും തോന്നി, നമ്മള് സ്കൂൾ യുവജനോത്സവം അല്ലെങ്കിൽ കോളേജിൽ കോമ്പറ്റീഷനിലൊക്കെ ലളിതഗാന മത്സരം ഉണ്ടായിരിക്കുമല്ലോ, അതിന് പാടുന്നൊരു രീതിയുണ്ട്. അങ്ങനെ എനിക്ക് തോന്നി. കാരണം ഈ പാട്ട് നമ്മൾ കേട്ട് പരിചയിച്ചിരുന്ന ആ ഒരു അങ്ങനെയല്ല സൗണ്ട് ചെയ്തത്. പക്ഷെ അതിഥി ആ പാട്ട് നല്ല വൃത്തിയായിട്ടാണ് പാടിയിരിക്കുന്നത്. നീറ്റായിട്ട് പാടാൻ എല്ലാ ഏരിയാസും ടച്ച് ചെയ്യാനൊക്കെ നല്ലോണം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ അമ്മ, അത് അത്ര നല്ല സിംഗറാണ്. സിംഗിങ്ങിന്റെ ടാലന്റ് വൈസ് അതിഥീനെ അങ്ങനത്തെ കുട്ടികൾ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ ഇതേപോലത്തെ.
അപ്പോൾ ഒരു സോങ് സെലക്ഷന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വോയിസ് എങ്ങനെ വെക്കണം എന്ന് ശ്രദ്ധിക്കാത്തതിന്റെ പേരിലോ താഴെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓൾറൈറ്റ്, ഗോഡ് ബ്ലെസ് യു, വെരി ഗുഡ്. താങ്ക് യു. ഇവരൊക്കെ പറഞ്ഞതിനപ്പുറം പാട്ടിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇവര് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചില സാധനം ചിലർക്ക് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും പറ്റില്ല. നമ്മളിപ്പം മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്താൽ പിന്നെ ചിലർ പറയും ഈ വേഷം പുള്ളിക്ക് പറ്റൂല, ആ വേഷം പറ്റൂല, അങ്ങനെ ഇങ്ങനെ പറ്റൂല എന്ന് പറയണം. അപ്പൊ ചില പാട്ടുകൾ ചിലർക്ക് ചേരായിക്ക് വരും. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പൊ അതിഥി? 8ല്. അപ്പൊ അതുപോലെ തന്നെ ഈ സിത്താര പറഞ്ഞിട്ട് കഴിഞ്ഞാല് നമ്മുടെ സൗണ്ട് മാറുന്ന പ്രായവും കൂടിയാണ്. കുട്ടിയുടെ സൗണ്ട് മാറി വലിയാളുടെ സൗണ്ട് വരുന്നതിന്റെ ഇടയിൽ പെട്ടൊരു ജംഗ്ഷനിലാണ് ഇപ്പൊ അത് നിൽക്കുന്നത്. അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു, ഇപ്പുറത്ത് എത്തിയിട്ടുമില്ല. അതിന്റെയും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കഴിവില്ലാത്തതുകൊണ്ട് അങ്ങനെ ആവുന്നതോ ഒന്നുമല്ല. ഈ ഒരു സമയത്ത് അതിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ദിവസം അപ്പുറത്തും ഓടും, കുറച്ച് നേരം അപ്പുറത്തും ഓടും, അങ്ങനെ അവിടെ ഇവിടെ തൊട്ടോണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത്. ബാക്കി നല്ല ഹിറ്റായിട്ടുള്ള പാട്ടായതുകൊണ്ട് തന്നെ എന്ത് ചെറിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എല്ലാവരും എം ജി അണ്ണൻ ആദ്യം പറഞ്ഞല്ലോ വീട്ടിലിരുന്ന് മാർക്കിട്ട് കഴിഞ്ഞു, ഗംഭീരമായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ് കേട്ടാ. നമ്മുടെ അതിഥി കുട്ടിയെ പറ്റിയുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അത് വാനോളമാണ്, ആകാശത്തോളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതിനേക്കാളും നന്നായി കൂടായിരുന്നു എന്നുള്ള ആഗ്രഹം നമുക്ക് വരുന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പോൾ വിരാട് കോഹ്ലിയെ പോലെയാണ് എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ പോയി കളിച്ചാലും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പേർത്തിൽ കളിച്ചപ്പോൾ അദ്ദേഹം സെഞ്ചുറി, ആ പിച്ച് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബൗളിങ്ങിന് ഭയങ്കര ഏറ്റവും ഫിയേഴ്സ് ആയിട്ടുള്ള ഫാസ്റ്റ് ബൗളിംഗ് കിട്ടുന്ന പിച്ചാണ് പണ്ട് കാലം മുതലേ. അപ്പോൾ എന്നിട്ടും അവിടെ അദ്ദേഹം ഒരു സെഞ്ചുറി അടിച്ചു. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഫാൻസിനും എക്സ്പെക്ടേഷൻസ്. അതുപോലെ അതിഥി നമ്മുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണം. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സോങ് സെലക്ഷനായിട്ട് ഇവിടെ വരണം. അതാണ് ഈ ഒരു പദ്ധതിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും എന്താണ് ക്രിക്കറ്റിനെ വെച്ച് തന്നെ കമ്പയർ ചെയ്തതെന്നറിയോ? ക്രിക്കറ്റിലും പാട്ടിലുമാണ് പിച്ചുള്ളൂ, വേറൊന്നും ഇല്ല. ആ പിച്ചിൽ നിന്ന് പുള്ളി കളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സംഗീത സംവിധാനം ശ്രദ്ധിക്കുന്നുണ്ട്. വിരാട് കോഹ്ലി ഏത് പിച്ചിലാണ് കളിച്ചത്, ആ പിച്ചിൽ ഫാസ്റ്റ് ബോൾ ആണോ, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് കറക്റ്റ് ക്രിക്കറ്റ് വെച്ച് ഉദാഹരണം പറഞ്ഞത് കേട്ടോ. അപ്പം എല്ലാരും നമ്മുടെ കോഹ്ലി മാമൻ ഒരു കൈയടി കൊടുക്കണം. കോഹ്ലി മാമൻ, പിച്ച് മാമൻ. എനിക്ക് കുറച്ച് ചെലവ് ചെയ്യണം കേട്ടോ. ഞാൻ എത്ര പേരാ ഇങ്ങനെ പിച്ച് മാമൻ, പിച്ച് കൊടുക്കാം. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് പാടാൻ ചെല്ലുമ്പോ നമുക്കിട്ട് പണി തരാം കേട്ടോ. എല്ലാം കുറിക്കുന്നുണ്ട്, എല്ലാം മനസ്സിൽ കുറിച്ചിരുന്നുണ്ട്. അല്ല, ഈ പിഷു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഞാൻ കുറേ നാള് പല പല കാരണവശാൽ ഞാനും ചേട്ടനും കൂടി പല പാട്ടുകൾ പാടാൻ പറ്റിയില്ല, ഡ്യൂ ടു സോ മെനി റീസൺസ്. അത് ഒന്നുകൂടെ നമ്മൾ ഒന്നിച്ച് എന്താണ് ഒരു റെക്കോർഡിങ്ങിന് വന്നത് ഡ്യൂ ടു ദിസ് മാൻ. അതെ, അതിനെപ്പോഴും ഒരു നമസ്കാരം. ഞങ്ങൾക്ക് അങ്ങനെ പാടി തന്നതിന് തിരിച്ചാണ് നന്ദി പറയേണ്ടത്. പഞ്ചവർണ്ണ തത്ത എന്ന് പറഞ്ഞ പിഷാരടിയുടെ സൂപ്പർ ഹിറ്റ് ഫിലിമില് എനിക്ക് നല്ല പാട്ട് പാടാൻ അവസരം. അതെ, ചേട്ടൻ ഇപ്പൊ ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയിലും പാടി. അപ്പൊ അതാണ് കാര്യങ്ങൾ. അപ്പോൾ അതിന്റെ സംഗീത സംവിധായകനും അതിന്റെ പാട്ടുകാരനും അതുപോലെ അതിന്റെ ഡയറക്ടറും അതിന് കാരണഭൂതനായ പിഷു. അപ്പൊ ഭൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പേരിട്ട് ഭൂതമാമൻ മൊത്തം. പക്ഷെ ഏറ്റവും നല്ലത് ഉമ്മമാമനാണ്. ഒരു ലാളിത്യം ഉണ്ട് അതിന്. ഉമ്മമാമൻ ഒരു വാട്ടി സ്വന്ന രണ്ട് വാട്ടി എന്ന് പറഞ്ഞാൽ ഒരുമ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ചേട്ടാ ഉമ്മയുടെ കാര്യത്തിൽ അതല്ല ഞാൻ പറയുന്നത്. ഒന്ന് ചോദിച്ചാൽ 2 തരം വേണമെങ്കിൽ 1000 കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്നും ആഗ്രഹിക്കാതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങോട്ട് തന്നാൽ മാത്രം മതി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അങ്ങോട്ട് തരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താ നമ്മൾ തരാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. കുറേ വർഷം നമ്മൾ ഈ സംഗീതം അതിലിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ അങ്ങോട്ട് തരാൻ നമുക്കുള്ളത് അത് മാത്രമാണ് അതിഥി കുട്ടി. ഇപ്പം നല്ല നല്ല പാട്ടുകൾ തന്നാൽ നമ്മുടെ സ്നേഹം മൊത്തം അങ്ങോട്ട് തന്നേക്കാം. ഓക്കെ, അപ്പോൾ ഗ്രേഡ് ഒരു A അങ്ങോട്ട് തന്നേക്കാം. Congratulations, you are awarded A grade for the song. Thank you, Aditi. Thank you. All the best. ടോപ്പ് സിംഗറിന്റെ ചിരിക്കുടുക്ക നമ്മുടെ സ്വന്തം വൈഷ്ണവി കുട്ടിയാണ് ഇനി പെർഫോം ചെയ്യാൻ എത്തുന്നത്.
വെൽക്കം വൈഷ്ണവി ഓൺ സ്റ്റേജ്. 1998 പുറത്തിറങ്ങിയ വൈശാലി എന്ന മൂവിയിലെ ONV സാർ, ബോംബെ രവി സാർ കൂട്ടുകെട്ടിൽ പിറന്ന ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന പാട്ടാണ് ഞാൻ ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത്. ചിത്ര ചേച്ചിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അതുപോലെ ഞാനും പാടാൻ ശ്രമിക്കും. അഴകേ ഒഴുകിരായ അഴകേ വിരകളിൽ സിറകേ. ഹലോ ചുന്ദരിക്കുട്ടി, ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖം. സുഖമായിട്ട്. ഇതാരിത്? കുമാരി ഡപ്പ 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 ഡട കുമാരി. വിഷു, എന്തോ നമ്മുടെ ഈ കുഞ്ഞുട്ടിയെ കണ്ടിട്ട് ഒരു ദേവിയുടെ ഒക്കെ ലക്ഷണമില്ലേ അമ്പലത്തിൽ ഇങ്ങനെ ഉണ്ട്, കണ്ണിന്റെ അവിടെ ഒക്കെ വരച്ചൊക്കെ വെക്കുന്നത്? വരയ്ക്കും. നമ്മൾ ആ ചോറ്റാനിക്കര കീഴ്ക്കാവിലോട്ട് പോകുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഫ്ലക്സിൽ ഉണ്ടാവും ഭക്തിഗാന കാസറ്റിന്റെ കവറിൽ ഇതുപോലൊരു കുട്ടി. അവളുടെ വീട് ചോട്ടാനിക്കരയിലാണ്. ചോറ്റാനിക്കരയിലാണോ വീട്? അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് കൃത്യം പറഞ്ഞില്ലേ ഇടതുവശത്ത് ഫ്ലക്സിൽ ഉണ്ടാവും എന്നുള്ളത്. അമ്മേ നാരായണ, ഞാൻ ഭക്തിഗാന കാസറ്റില് സ്ഥിരമായിട്ട് സംശയം ചോദിക്കുന്ന കുട്ടി. ഈ കുട്ടിക്കാണ് എല്ലാ കഥകളും ഐതിഹ്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? വൈഷ്ണവിയെ കൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് വിശേഷം എന്നൊന്ന് പറഞ്ഞേ. എന്തുണ്ട് വിശേഷം? വിശേഷം അല്ല, പറ, താൻ പറ. വിശേഷം. ഇപ്പൊ ശരിയായി. 2 പ്രാവശ്യം വിശേഷം കേട്ടത്. വിശേഷം ശരിയല്ലായിരുന്നോ? വിശേഷം. വിശേഷം കഴിഞ്ഞിട്ട് സാമ്പാറിന്റെ ഷാ. സാമ്പാറിന് ഷായ. സാമ്പാറിന്റെ അല്ല. സായൽ. ഒന്നുകൂടി പറഞ്ഞേ. വിശേഷം. 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 ശരിയാക്കാം. വിശേഷം ഇങ്ങനെ പോയ രമേശ് പിഷാരടി എന്നൊക്കെ പറയുമ്പോ കംപ്ലീറ്റ് ഏറെ തള്ളി പോവല്ലോ. അതൊക്കെ എനിക്കറിയാം. വിശേഷം ശരിയായില്ലേ? ശരിയായി. മോളെ എത്ര മാർക്ക് കൊടുക്കാം? ഏത് ഗ്രേഡ് കൊടുക്കാം വിശേഷത്തിന്? ഞാനിവിടെ നേട്ടോ പേട്ടോപ്പ് എന്നൊക്കെ ഇല്ല, വിശേഷത്തിന് അത്രേ ഉള്ളൂ. A+ തന്നെ ആ കൊച്ച്. മതി, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആണാ വൈഷ്ണവി? എന്തോ? ഈ ഉടുപ്പ് ആര് മേടിച്ചെന്നതാ? അമ്മ. ആണാ? വൈഷ്ണവിയാണോ സെലക്ട് ചെയ്യുന്നത്, അമ്മയാണോ ഉടുപ്പൊക്കെ മേടിച്ചിരുന്നത്? രണ്ടുപേരും കൂടെ പോയിട്ട് സെലക്ട് ചെയ്യാണ് അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. ഈ സിത്തു ചേച്ചി പറയുന്ന പോലെ കേട്ടാ, ഞാനൊരു പുതിയ ഉടുപ്പ് വാങ്ങിച്ചു. പക്ഷേ ഈ പാട്ട് സൂപ്പറായിട്ട് പാടി ഒരു A+ അതിന് മേളിലോ മേടിക്കണം. ഏത് പാട്ടാ പാടുന്നേ? ഇന്ദുപുഷ്പം. ഓക്കെ, അപ്പൊ പ്രോമിസ് ചെയ്യണം. പ്രോമിസ്. ഓക്കെ, കേട്ടല്ലോ. ഞാനൊരു ഉടുപ്പ് മേടിച്ചു തരും. ശരിട്ടാ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാട്. കേട്ടിട്ട് പാടൂ കുട്ടി. ശരി സാർ. ഇത് സുഭാഷായി പോയി. ഈ ഉമ്മമാമൻ ഇതിൻ്റെ കയറിയിട്ട് വല്യമ്മാന്റെ വലിയ സംഗതികൾ നമുക്ക് തൊടാൻ പറ്റില്ല. വെറുതെ വാതിലിന്റെ ഇടയിൽ വിരൽ പോയാൽ ആന്ന് വെക്കാൻ പറ്റണല്ലോ. പിന്നെ
നന്നായിട്ട് പാടിട്ടോ. നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഇപ്പൊ കറക്റ്റ് ആയില്ലേ എന്തോന്ന് ചോദിച്ചത്? കുഴപ്പമില്ല, ആ ഇംപ്രൂവ് ചെയ്ത് വരും. ഒരു 10-ൽ 2. ആ കുഴപ്പമില്ല, വരും, കേറി വരും. കേറ്റിക്കോളൂ. കേറ്റി നോക്കിക്കോ. മക്കളെ, എന്തോ വൈഷ്ണവ് കുട്ടി, ഈ ഇവിടെ വെളിച്ചമൊക്കെ വന്നില്ലേ, ഇവിടെ സെറ്റിങ്സ് ഇതിലൊക്കെ ഭയങ്കര ചുന്ദരിയായിരുന്നു കേട്ടോ. ഓ അങ്ങനെ ആർക്ക് കണ്ടാലാണ് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ കുഞ്ഞിനെ? അതെ, എന്ത് ശരിയാണ്. കണ്ണൊക്കെ ഇങ്ങനെ നല്ല മിടിച്ച് നല്ല രസമായിരുന്നു. അതുപോലെ പാടുമ്പോഴത്തേക്കില്ലേ എന്നെയും MG അണ്ണനെയും എല്ലാരെയും നോക്കി ഇത് കണ്ടോ ഞാൻ ഇതാ പാടുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. ഈ പാട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, നല്ല സെലക്ഷൻ ഓഫ് ദ സോങ് ആണ്. പക്ഷെ വൈഷ്ണവിക്കുട്ടി കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ ഈ പാട്ട് എന്നൊരു സംശയം അങ്കിളിനുണ്ട്. ആണോ? ശരിയാണോ? ആ, കുറച്ച് വീക്കായിരുന്നല്ലോ ഒന്ന് ശബ്ദം. വയ്യേ? വയ്യ. എന്തു പറ്റി? അറിയില്ല. മോക്ക് ഈ പാട്ട് പറ്റത്തില്ല എന്ന് ഗ്രൂമേഴ്സ് പറഞ്ഞതാണോ? അതെ. എന്നിട്ട് എന്താ മാറ്റാത്തെ? ചേട്ടാ ചൂരില് നമുക്കൊന്ന് എടുത്താലോ? വേണ്ട വേണ്ട, അത് മോക്ക് പാടാനുള്ള ആഗ്രഹമല്ലേ, ഈ പാട്ട് പാടണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ഗ്രൂമേഴ്സ് പറഞ്ഞു വേണ്ട, വേറെ ഏതെങ്കിലും എടുക്കാൻ പറഞ്ഞു. മോക്ക് ഇത്രയും അങ്കിള് പറഞ്ഞ പോലെ ഇത്രയും ഘനം വലിയൊരു മലയൊക്കെ താണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം സംഗതി അതിനകത്തുള്ള. അപ്പോൾ അതൊക്കെ നോക്കണ്ടേ. അപ്പോൾ അത് ഗ്രൂമേഴ്സ് പറയുന്നത് കേൾക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് മോളുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ മോളത് ഇനി തൊട്ട് അത് അവരുടെ വാക്കുകൾക്ക് മുൻതൂക്കം കൊടുക്കണം, വില കൊടുക്കണം. ചക്കരക്കുട്ടി, അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയണം, അങ്കിള് ഇങ്ങനെ പറഞ്ഞു, അങ്കിൾമാരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിർബന്ധിക്കരുത്, വൈഷ്ണവിക്കുട്ടിയെ നിർബന്ധിക്കരുത് പ്ലീസ്, വൈഷ്ണവിക്കുട്ടിക്ക് എടുത്താൽ പൊങ്ങുന്ന അത്രയും വെയിറ്റ് കൊടുക്കാവൂ എന്ന് അങ്കിൾ പറഞ്ഞെന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിക്കേ. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, നിൽക്കും രാത്രി. രാത്രി. അത് വേണം. ഇതിന് എങ്ങനെയാ ചേട്ടാ ശ്വാസം എടുക്കുന്നത്? ആദ്യം അങ്ങനെ ശ്വാസം എടുക്കുക, എന്നിട്ട് പാടണം. അത്രയധികം ശ്വാസം എടുക്കണം, എന്നാലേ ഒറ്റ ലൈനിൽ ഒരു ശ്വാസത്തിൽ പാടാൻ പറ്റും. അപ്പൊ എങ്ങനെ? ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. ആ ശ്വാസം എടു. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. ആ ഇത്രയും ശ്വാസം വേണം. അപ്പൊ അങ്ങനെ എടുത്താലേ പറ്റൂ. അണ്ണന് ആണ് ആ ശ്വാസം കറക്റ്റായിട്ട് എടുത്ത്, ഞാൻ എടുത്ത അത്ര ശരിയായിട്ടില്ല. ഇല്ല അത് കറക്റ്റ് ആയിരുന്നു. കുഴപ്പമില്ല, കുട്ടമ്പാടി വളരെ കറക്റ്റാണ്. അത് ഒരു പോയിന്റ് മോള് നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ആ രായിലൊരു സംഗതി ഉണ്ട്, പിന്നെ ഒരുപാടുണ്ട്. പിന്നെ ആ സ്വരങ്ങൾ പാടിയില്ലേ മോള്, പാടിയപ്പോഴത്തേക്ക് അതിന്റെ താഴെ ലെജിബിൾ അല്ലായിരുന്നു, കേൾക്കാൻ പറ്റില്ല. എന്തായിരുന്നു പാടിയത്? നിസരി മരി സനി സരി മരി സരി രി മ പനി പ മരി മ പനി പ മ പ മ പനി സനി പ മ പനി സനി രി ഓരോ നോട്ട് ചേരട്ടെ. മ പനി സനി പ മ പനി സനി പ ആ മ പനി സനി പ മ പനി സനി രി സനി സ നീരി സനി. നി രി സനി. കറക്റ്റ്. മോള് മിടുക്കിയാണ്, കാരണം അവക്കറിയാം. പക്ഷെ ഇത് ആവശ്യമില്ലാതെ ഈ വലിയ ഹെവി ട്രക്കിൽ കയറി ചാടി സ്റ്റിയറിംഗ് പിടിച്ചതായ പ്രശ്നമായത്. മോക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കുറച്ച് ഇതിൻ്റെ ഈ ടഫ് പോർഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മോൾ ഇങ്ങനെ പാടാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോഴത്തേക്ക് ഞങ്ങൾക്കായിരുന്നു വിഷമം. ഇവിടെ ഇരുന്നിട്ട് അങ്കിൾ വിചാരിച്ചു അയ്യോ ഇതെത്തനെ അതെങ്ങനെ പാടണേ ഇങ്ങനെ പാടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. മോള് നന്നായിട്ട് നല്ല പാട്ടിൻ്റെ സെലക്ഷൻ കൊള്ളാൻ നന്നായിട്ട് പാടി. കാണാനും ഒക്കെ നല്ല ഭംഗിയായിരുന്നു, പാടുന്ന കാണാൻ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് അല്ലേ ഒരു എക്സ്പ്രഷനൊക്കെ കൊടുത്ത് പാടി. പക്ഷേ മോക്ക് ആയില്ല ഇത് പാടാനുള്ള ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോള് പുഷ്പം പോലെ, എങ്ങനെ പുഷ്പം പോലെ ഇത് പാടും. ഓക്കെ മോളെ, ഓക്കെ. വൈഷ്ണവി കുട്ടിയെ നല്ലോണം പാടിയിടാം കേട്ടോ. നല്ല സോങ് സെലക്ഷൻ ഒക്കെയാണ്, പക്ഷെ അത് ആ പാട്ട് സാർ പറഞ്ഞ പോലെ നല്ല പാട്ടാണ്. വൈഷ്ണവി കുട്ടിക്ക് ഇപ്പോൾ ഓക്കെ അല്ലാന്ന് ഗ്രൂമേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. നമ്മളൊക്കെ കേൾക്കണേക്കാൾ കൂടുതൽ നിങ്ങളുടെ പാട്ട് കേൾക്കണത് അവരാണേ. എപ്പോഴും നിങ്ങൾക്ക് മിക്ക ദിവസങ്ങളിലും ഗ്രൂമിങ് ഉണ്ടല്ലേ ഇപ്പം, അപ്പൊ എപ്പോഴും കേട്ടോണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ എല്ലാ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും.
സജഷൻസ് അങ്ങോട്ട് ചോദിക്കാമ്മ. എന്നാലും അവർ അത്ര വേണ്ടെന്ന് പറയുന്ന സാധനം എടുക്കുമ്പോൾ അതിൽ എന്തോ ഒരു അപകടമുണ്ട് കേട്ടോ. പിന്നെന്താ, നല്ലോണം പാടി. മോള് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നു പാടാൻ. പക്ഷെ ആ എഫേർട്ട് പാട്ടിനകത്ത് അറിഞ്ഞു, അത് സ്ട്രെയിൻ ആയിട്ട് തോന്നി. പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ ഭംഗിയുള്ള കുറേ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു പാട്ടിൽ. പിന്നെ ആസ് യൂഷ്വൽ സുന്ദരിമണിയായിട്ടിരിക്കുന്നുണ്ട്. നല്ല വിളക്ക് കൊളുത്തി വെച്ച മാതിരത്തൊരു ചിരിയുണ്ട്, തിളങ്ങണ 2 കുഞ്ഞു കണ്ണുണ്ട്. അവന് ഉടുപ്പ് കിട്ടാറാവോ? എന്താ അവസ്ഥ? അല്ല, ഞാൻ അതിനെ കുറിച്ചാണ്. ശരിയാണ്, എടുക്കാൻ പറ്റാത്ത പാട്ടായിരുന്നു. എന്നാലും പാടിയൊക്കെ എത്തിച്ചു. നിങ്ങൾ ഇതെല്ലാം കൂടെ പറയുന്നത് ഉടുപ്പ് കൊടുക്കാതിരിക്കാനുള്ള ചേട്ടന്റെ ബുദ്ധിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ പറഞ്ഞ് പിഷു, എന്തോ ഞാൻ ഒരു വാട്ടി சொன்னா 2 വാട്ടി சொன்னது മാറി 100 രണ്ടുടുപ്പ് കൊടുക്കും. 100 പറയാൻ എനിക്ക് അത്ര താല്പര്യമില്ല. രണ്ടുടുപ്പ് അത് എനിക്ക് അതൊന്നുമല്ല. ശരി, അടുത്ത റൗണ്ട് വരുമ്പോഴത്തേക്ക് ഈ കുട്ടി ഇതെല്ലാം പരിഹരിച്ച് ഏറ്റവും പറ്റുന്ന ഏറ്റവും നല്ല പാട്ട് ഇതിനേക്കാൾ നന്നായിട്ടൊക്കെ പാടും. ഇപ്പൊ നമ്മൾ പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ എത്രയോ മാർക്ക് മേടിച്ചാലും ഉടുപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ബുദ്ധിയല്ലേ ഈ പറച്ചിലെന്ന് എനിക്ക് സംശയമുണ്ട്. A+ അതിന് മേളിലുമാണെങ്കിൽ കൊടുക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിഷു. അപ്പൊ A ആണെങ്കിലും ഉടുപ്പ് കൊടുക്കൂല. ഉടുപ്പ് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതിന് A+ മേടിക്കാൻ ഉറപ്പ് തന്നാലോ? എന്നാ 2 ഉടുപ്പ് കൊടുക്കാം. 2 പേരുടെ മകയുടെ ഉടുപ്പ് കൊടുക്കും. അടുത്തതിന് A+ മേടിക്കാൻ പറ്റുമെന്ന് പറ, വാക്ക് കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചതല്ലേ, അപ്പം അതിനുള്ള ഉറപ്പ് പറ. ഞാൻ അതിനു മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. ഇവർക്ക് വലിയ അച്ഛന് ലോട്ടറിയുടെ ബിസിനസ് അല്ലേ? അപ്പൊ ക്രിസ്മസ് ബമ്പർ കൊണ്ടുവന്നാ മേടിക്കാന്ന് ഇവിടെ ആരെങ്കിലും വാക്ക് പറഞ്ഞായിരുന്നോ? ഇവരൊക്കെ വാക്ക് പറഞ്ഞതല്ലേ ഒരു എപ്പിസോഡില്? ഞാൻ വീട്ടിലിരുന്ന് കണ്ടതാണ്. ആദ്യം കഴിഞ്ഞ മുൻകാല പ്രഖ്യാപിത വാക്കുകൾ നിങ്ങൾ പാലിക്കൂ, എന്നിട്ടല്ലേ ഉടുപ്പിന്റെ കാര്യം. ആ ലോട്ടറി അച്ഛൻ ക്രിസ്മസ് ബമ്പറും ന്യൂ ഇയർ ബമ്പറും കൊണ്ടുവന്നാ എടുക്കാന്ന് പറഞ്ഞത് MG അണ്ണനും സിത്താരയും ചേട്ടനും ഓരോന്ന് എടുക്കണം. ആദ്യം നിങ്ങൾ വാക്ക് പാലിക്കേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് വാക്ക് പാലിച്ചിട്ടുണ്ട്. ആ വാക്ക് പാലിച്ചിട്ടുണ്ടെന്ന് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ് നമ്മള്. വാക്ക് പാലിച്ചിട്ടുണ്ട്. ആ ലോട്ടറി കൊണ്ടുവന്ന് കൊടുത്ത് ഇവര് കാശ് കൊടുത്ത് മേടിക്കുമോ നോക്കട്ടെ. തീർച്ചയായിട്ടും. ദൈവമേ, നമുക്ക് എല്ലാവർക്കും വേണ്ടി MG അണ്ണൻ ആ ലോട്ടറി വാങ്ങിച്ച് നമുക്ക് തരുന്നതാണ്. താ മോളെ, ഐശ്വര്യമായിട്ട് വാ, ഐശ്വര്യമായിട്ട് എല്ലാരും കൈയടിച്ചേ. യാതൊരു പ്രശ്നമില്ല. ഒന്ന് അതിന്റെ കാശൊക്കെ കൊണ്ട് MG അണ്ണ എത്ര രൂപയാന്ന് നോക്കട്ടെ. 6 കോടി 200 200 1000 അല്ലേ? 6 കോടിയാണ് സമ്മാനം. 6 കോടിയാണ് എന്റെ അമ്മോ. പറഞ്ഞേ തന്നെ. മോളെ പൈസ മേടിക്ക്. അപ്പൊ ഇപ്പൊ തന്നെ പൈസ തന്നേക്കാം. വാ, എന്ത് പറയണേ? പൈസ മേടിക്ക്. ഫ്രീ ആയിട്ട് കൊടുക്കണ്ട, അങ്ങനെ വേണ്ട, കൊടുക്ക്. കാശ് എടുത്തു കഴിഞ്ഞു സുഹൃത്തുക്കളെ, കാശ് എടുത്തു കഴിഞ്ഞു. വാ വാ വാ, വാക്ക് പാലിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വാക്ക് പാലിച്ചിരിക്കുകയാണ്. മിക്കവാറും ഇത് അടിക്കും ചെയ്യും. ഇത് അത്രയും പൈസ ഉണ്ടോ ലോട്ടറിക്ക്? അത് കുറച്ച് കൂടുതലുണ്ടോ എന്നൊരു സംശയം. എന്റെ ലോട്ടറി തരൂ. അല്ല എനിക്ക് ഒരു 2-3 കൂടെ വേണം. അല്ല, എനിക്ക് ഒരെണ്ണം തരണം. ഇത് അടിച്ചിട്ട് ഒരു കാര്യമുണ്ട് കേട്ടോ മോളെ, എനിക്കൊരു ലോട്ടറി കിട്ടിയിട്ടുണ്ട്. ഇത് അടിച്ചാൽ ഞാൻ 1 കോടി രൂപ മോക്ക് തരും. ഇത് TV കൂടെ പറയുന്ന വാക്കാണ്. പക്ഷെ എനിക്ക് 6 കോടി അടിച്ച 1 കോടി രൂപ ഞാൻ തരും. അപ്പൊ പ്രാർത്ഥിക്കും എനിക്കിത് അടിക്കാൻ. ഇത് അടിച്ചിട്ട് ഞാൻ MG അണ്ണനെ ചേട്ടനെയൊക്കെ മുന്നിലേക്ക്. പിഷു, ഞാൻ പറയട്ടെ എനിക്ക് ആ ലോട്ടറി അടിച്ചാൽ ഞാൻ 2 കോടി രൂപ തരും. ആർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുന്നു നോക്കാലോ. ഞാൻ ഇതൊന്നും പറയുന്നില്ല, കാരണം അടിക്കത്തില്ല എന്നറിയാം. ഞാൻ ഇത്ര നാളായിട്ട് എടുക്കുകയാണ്, പക്ഷെ ഒരു 10 രൂപ പോലും എനിക്ക് അടിച്ചിട്ടില്ല. സിത്താരക്ക് ഞാൻ മിണ്ടിയില്ലല്ലോ, ചിലപ്പോ എനിക്കായിരിക്കും അടിക്കണേ. അല്ല, ഒരു വാഗ്ദാനം കൊടുക്കുക. എത്ര രൂപ കൊടുക്കാൻ പറ്റുമെന്ന് പറ. ഞാൻ ഇതില് 6 കോടി അടിച്ചാൽ ഞാൻ ചേട്ടൻ പറഞ്ഞ മാതിരി 1 കോടി രൂപ ഞാൻ കൊടുക്കും. ശരി, ഇനി ഇത് പറ. ഉടുപ്പിന്റെ കാര്യം കൂടെ തീരുമാനമായാൽ നമുക്ക് ഇതാക്കാം. ഗ്രേഡ് പറഞ്ഞാൽ ഉടുപ്പ് കൊടുക്കാമല്ലോ. ഇപ്പോൾ ഉള്ള തീരുമാനം എന്തെന്നറിയാമോ? ഏത് ഗ്രേഡ് ആണെങ്കിലും വൈഷ്ണവി കുട്ടിക്ക് ഉടുപ്പ് തരും. ഒന്നല്ല, 2 ഉടുപ്പ് തരും. ഒന്ന് എന്റെ വക, ചുമ്മാ പറയുന്നു. തള്ള ഒന്ന് പിഷുവിന്റെ വക. അത് ചുമ്മാ പറയുന്നു. അങ്കിള് സത്യമായിട്ട് പറയാം, ഇത് ഇവിടുന്ന് തരുന്നതാണ്. അല്ല, അത് ഞങ്ങളുടെ പൈസ പിടിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഡയറക്ടർ സിന്ധുവിനടുത്ത്, സിന്ധു നമ്മുടെ റെമ്യൂണറേഷൻ അങ്ങ് പിടിച്ചോളൂ കേട്ടോ. ശരി, പിടിച്ചോ. അപ്പൊ വരട്ടെ, പിടിച്ചോ ഉടുപ്പ് പിടിച്ചോ. മഞ്ചാടി പെണ്ണേ വാടി
ഉളുപ്പായി. എന്തൊരു ഭംഗിയാ കാണാൻ. ഐസ്. കൂടെ കളിക്കാൻ വാടി അച്ചോടാ. ചെരിഞ്ഞാടിയാടി കിന്നാരം ചൊല്ല് ചൊല്ല്. സിതു ഏതാണ് ഗ്രേഡ്? വൈഷ്ണവി കുട്ടിക്ക് ഈ പെർഫോമൻസിന് B+. Congratulations, Vaishnavi is awarded B+ for the song. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാ സന്തോഷമായില്ലേ? അപ്പൊ ഈ ഉടുപ്പ് എത്രയും പെട്ടെന്ന് ഇട്ടോണ്ട് വരണം കേട്ടോ. ഓക്കെ, സന്തോഷായി. ടാറ്റാ. പൊട്ടിച്ചിരി കുട്ടിക്കളി കുട്ടിത്തം കാട്ടും പൂത്തുമ്പി പൊട്ടിച്ചിരി. ടോപ്പ് സിംഗറിലെ ഭാവഗായകൻ ഫാമിലി റൗണ്ടുമായി ഇന്നിവിടെ എത്തുന്നു. വെൽക്കം ജെയ്ഡൻ ഫിലിപ്പ് ഓൺ സ്റ്റേജ്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് എൻ്റെ ഫാമിലി. ഞാൻ ഇന്ന് ഫാമിലി റൗണ്ടിൽ പാടാൻ പോകുന്നത് ആണല്ല പെണ്ണല്ല എന്ന പാട്ടാണ്. ഞാൻ എൻ്റെ അമ്മനെ കളിയാക്കി ആണ് ഞാൻ ഈ പാട്ട് പാടാൻ പോകുന്നത്. പിന്നെ ഈ പാട്ടിൻ്റെ അകത്ത് എൻ്റെ അച്ഛൻ കോളേജ് പ്രൊഫസറാണ്, ഞാൻ കോളേജ് കുമാരൻ, അമ്മ കോളേജ് കുമാരിയാണ്. എല്ലാവരും കാണണം, അപ്പോൾ പറഞ്ഞു പോകും. ജയ്ഡാ എന്തോ ജയ്ഡാ എന്തെന്തോ ജയ്ഡാ ജയ്ഡാ ജയിച്ചു പാടാ ജയ്ഡാ ജയ്ഡാ ജയ് ജയ്ഡാ ജയിച്ചു വാടാ ജയ് ജയ്ഡാ. എന്റെ ശിഷ്യനാ. എത്ര വെളുപ്പിന് 4 മണിക്കാണ് ഞാന് വിഷ്ണുവിനെ പിടിച്ചിരുത്തുന്നത്. അതായത് സാധകം കഴിഞ്ഞ് ഞങ്ങക്ക് പറഞ്ഞു തരും. എനിക്ക് സംഗീതത്തിന്റെ ആദേശങ്ങൾ പറഞ്ഞു തരും. എന്ത് വേണ്ട? വെളുപ്പിന് 4 മണിക്ക്. എത്ര ബ്രാഹ്മമുഹൂർത്തം? എത്ര? 4:30. 3 മണിക്ക് ഞാൻ പിഷുവിനെ വിളിച്ചുണർത്തി അടുത്തുള്ള കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഈറനണിഞ്ഞ ഒരു ചെറിയൊരു എന്താണ് തോർത്തില്ലേ, കച്ചത്തോർത്ത്, ആ തോർത്തുമായിട്ട്. ഇത് ബലിതർപ്പണാണോ പാട്ട് പഠിക്കുവാണോ? ഈറനെടുത്ത് കച്ചത്തോർത്തൊക്കെ ഇട്ട് സർവ്വപുല്ലൊക്കെ ഇട്ട് ഇത് കഴുത്തോളം വെള്ളത്തിൽ നിന്ന് എനിക്ക് സംഗീതം പറഞ്ഞു തരും എം.ജി. അണ്ണൻ. ഞാൻ കരയിലിരിക്കും. അപ്പൊ വെള്ളത്തിന്റെ തണുപ്പ് കാരണം കുറെ സംഗതി ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടുകയും ചെയ്യും. ഹുഡ് ഉണ്ടല്ലോ, ഹുഡ് ബാക്കിലുണ്ട്. ആടി ലവ് ബേർഡ്സിന്റെ കൂടിനകത്ത് കുടത്തിന്ന് ചില ലവ് ബേർഡ്സ് തല പുറത്തേക്ക് ഇട്ടിരിക്കുമല്ലേ, കുടത്തിന് ഇങ്ങനെ തല മാത്രം പുറത്തേക്ക് ഇട്ടിരിക്കുന്നില്ല, അതുപോലെ ഒന്ന് കണ്ടിട്ട്. ഏത് പാട്ടാ മോനെ പാടുന്നേ? ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം. ഓ, മീനാക്ഷിയെ പറ്റി അങ്ങനെയൊക്കെ ഒറ്റയടിക്ക് പറയാൻ പാടില്ല. അവിടെ അത്രയും നല്ല ഡ്രസ് ഇട്ടോണ്ട് ആൺകുട്ടി അവിടെ നിൽക്കുന്നു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്നെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ. അല്ല, എന്നെ കുറിച്ചല്ല. പെണ്ണല്ല അടിപൊളി വേഷം ആണോ? എന്നെ കുറിച്ചാണ് പാടിയത്? അല്ല അല്ല, പിന്നെ എൻ്റെ അമ്മനെ കുറിച്ചാ പാടിയത്. അമ്മേനെ കുറിച്ചോ? അവന് അമ്മേനെ കുറിച്ചാ പാടിയേ. ഇതാ കുഴപ്പമില്ല, വീട്ടിൽ ചെന്ന് കാല് പിടിച്ച് കരഞ്ഞാൽ മതിയല്ലോ. ഇതാകുമ്പോ പ്രശ്നമില്ല. അത് ആര് പാടിയ പാട്ടാന്നറിയോ? MG ശ്രീകുമാർ അങ്കിള്. MG അങ്കിള് എത്ര പാട്ടല്ലേ പാടിയേക്കുന്നത്. എല്ലാ എപ്പിസോഡിലും കറങ്ങി തിരിഞ്ഞ് 2 പാട്ട് എങ്ങനെയെങ്കിലും കേറി വരും. ഓ പാടറേ. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം ഊട്ടിയിൽ പോയി പഠിച്ചാലും
ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം കുഞ്ഞുകിനാവല്ലേ നീ കൂടുതകർത്താലോ മഞ്ഞണി പൂവല്ലേ ഇന്നു മല്ലിനും വില്ലിനും വന്നാലോ ആ കുഞ്ഞുകിനാവല്ലേ നീ കൂടുതകർത്താലോ എന്റെ മഞ്ഞണി പൂവല്ലേ ഇന്നു മല്ലിനും വില്ലിനും വന്നാലോ തല മറന്നാലും ഉണ്ണനില മറന്നാലും വടി തടഞ്ഞാലും മൂന്നാം പിടി തുറന്നാലും നാരി ഭരിച്ചിടം നാരകം നട്ടിടം നാടിനും വീടിനും നന്നല്ല ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം ഊട്ടിയിൽ പോയി പഠിച്ചാലും നാട്ടുനടപ്പ് മറക്കാമോ മാനത്തു പൊങ്ങി പറന്നാലും മണ്ണിനെ വിട്ട് കളിക്കാമോ പോലീസ് മന്ത്രി പൊൻകുടമായാലും തന്റെടം ഇങ്ങനെയാകാമോ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം സബാഷ് കലക്കി ജിഡോ എന്തോ കലക്കി. താങ്ക് യു ജയിടോ എന്തോ പാട്ടൊക്കെ നന്നായിരുന്നു കേട്ടോ, പാട്ടൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ ഇവിടെ സന്നിധാനത്തും നമുക്കൊരു ആള് വന്നിട്ടുണ്ട്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാ. ഇപ്പൊ ഏട്ടാണോ കോൺസ്റ്റബിൾ ആണോ? ഞാൻ ലൂട്ടിയിലായിരുന്നു അവിടെ. ഡ്യൂട്ടിയില്ല. അതോ പമ്പയില് കരിമ്പ് വിൽക്കാൻ നിൽക്കുവാണോ? ലാത്തി പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ട്. ജിഡോ എന്തോ സൂപ്പർ. താങ്ക് യു എനിക്ക് ആ വേരിയേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കോമ്പോസിഷൻ തന്നെ ഭയങ്കര രസമായിട്ട് അവസാനം ആണല്ല വേറൊരു താളത്തിൽ പാടില്ലേ, എങ്ങനെയത്? ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം ആണല്ല പെണ്ണല്ല. ആണല്ല ഞാൻ പറ, പെണ്ണല്ല ഇതാണ് ഈ മ്യൂസിക് ഡയറക്ടർ ഞാൻ പഠിക്കുന്നത്. അണ്ണ പറ. ആണല്ല പെണ്ണല്ല. ആണല്ല പെണ്ണല്ല അടിപൊളി. ആ ആണല്ല പെണ്ണല്ല. ആണല്ല പെണ്ണല്ല ഓക്കെ. ആണല്ല പെണ്ണല്ല. ആണല്ല പെണ്ണല്ല. ഇത്ര ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ് ഒരു പാട്ടിനെ ബ്യൂട്ടിഫുൾ ആണ്. അതെ, അത് ഈ MG അണ്ണന് ഇപ്പൊ നമ്മള് ചിന്നമ്മ എന്നുള്ള പാട്ട് തീരണം ചിന്നമ്മ എന്ന് പറഞ്ഞൊരു മാറ്റമുണ്ട്. വാവാ മനോരഞ്ജിനി എന്നുള്ള പാട്ടില് വാവാ മനോരഞ്ജിനി ഒരു തവണ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞിട്ടില്ല. ഓരോ വാവാ മനോരഞ്ജിനിയും ഓരോന്നാണ്. ഇത് ആര് കണ്ടുപിടിക്കുന്നതാണ്? മ്യൂസിക് ഡയറക്ടറാണോ പാട്ടുകാരനാണോ? ഇട്ടുകൊടുത്തു ഞാൻ. രണ്ടുപേരും കണ്ടുപിടിക്കും. ആ ചില സമയത്ത് മ്യൂസിക് കമ്പോസർ എന്നത് കമ്പോസ് ചെയ്തിരിക്കും. അതെ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ആ സമയത്തുള്ള ആ ഒരു ക്രിയേറ്റീവ് എലിമെന്റിൽ പാട്ടുകാരൻ അങ്ങോട്ട് പാടി വരുമ്പോ അങ്ങനെ ആയി വരും. ചിലപ്പോൾ ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് അത് ഇപ്പം സപ്പോസ് പിന്നെ ദേവരാജൻ മാസ്റ്റർ ഞാൻ 1-2 പാട്ട് പാടുള്ളൂ. കൂടുതലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന പിന്നെ ജോൺസൺ മാസ്റ്ററാണ്. ജോൺസൺ മാസ്റ്ററിന് ഒരു പരിപാടി നടക്കില്ല. ജോൺസൺ മാസ്റ്റർ എന്ത് പറഞ്ഞോ അത് തന്നെ പാടണം. ബട്ട് മോസ്റ്റ് ഓഫ് ദ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളിപ്പോൾ നല്ലതാണ് പാടുന്നെങ്കിൽ ഈ അടിപൊളി പാട്ടൊക്കെ ആകുമ്പോഴത്തേ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോകും. ഒരു മെലഡി പാട്ട് പോലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പോയിന്റ്സുകളിലൊക്കെ ഒന്ന് രണ്ടാമത് പാടിയ അനുപല്ലയിൽ പാടുമ്പോഴത്തേക്ക് ഒന്നുകൂടെ അടിച്ച് പാടാത്ത എന്താണ് അതിന്റെ തുടക്കം? സ്നേഹനീലാവല്ലേ നീ തീമഴ പെയ്താലോ പൂമിഴിയാളല്ലേ ഇന്നു
പോരിന് പുറമ്പെടുത്താലോ അടുത്ത മുടി മുറിച്ചാലും വണ്ണക്കൂട എടുത്താലും സവാഷ്. കൊടി പിടിച്ചാലും മുന്നിൽ പട നയിച്ചാലും കുറുത്തം കെട്ടവൾ ഇരിക്കും വീടിന്റെ അകത്തളം നരകം. അല്ല, കോറസ് മനസ്സിൽ നിന്ന് വന്നതാണ് കേട്ടാ. നരകം നരകം നരകം. അപ്പൊ അമ്മയൊരു നോട്ടവും എന്നെ ഉദ്ദേശിച്ചാണ്. കുരുത്തം കെട്ടവൾ, അതൊക്കെ കറക്റ്റായിട്ട് പാടി. ഫാമിലി ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു, ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയാം അല്ലേ. അദ്ദേഹം നന്നായിട്ട് ജെൽ ചെയ്തു അതിനകത്ത്. ഓഫ് കോഴ്സ് അമ്മയുടെ ഞാൻ കുറച്ചും കൂടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം ആ കോറിയോഗ്രഫിയിലൊക്കെ ഒരു എലിമെന്റ്, ഡാൻസ് എലിമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നേരത്തെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇത്തരം ഡാൻസുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണോ ഓൺ സ്റ്റേജ്? ചെറിയ ഫാമിലി ഫംഗ്ഷൻ യുഎസിലൊക്കെ ചില ഗെറ്റ് ടുഗദറിനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു തിരുവാതിരയോ അല്ലെങ്കിൽ എന്നാ പറയുന്ന ഒരു ഒപ്പനയോ അങ്ങനെയൊക്കെ. ഇത് കുറച്ചും കൂടെ ഒരു ട്രെൻഡി ടൈപ്പ് ഓഫ്, അത് നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ 3 പേരും കൂടെ അടിച്ച് പൊളിച്ചൊടുക്കി. പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ, നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ ഇവിടെ അടികൊള്ളുന്നുള്ളൊരു പ്രശ്നമുണ്ട്. എനിക്ക് അടി കൊണ്ടാലും എനിക്ക് കുഴപ്പമില്ല. ഇത് പച്ചമുളക് പോലെ ആവും കാര്യത്തിൽ ചാടി കയറി. എനിക്ക് കുഴപ്പമുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞു. ഭയങ്കര എരിവായിരുന്നു വീട്ടിലെ മധുരായിരുന്നു മുളകിന്. അല്ല, ഇതിന്റെ അല്ല, ഇവന്റെ ഒരു ചെറിയൊരു ഇതെന്ന് വെച്ചാൽ എല്ലാം കയറി ഏക്കും കുഴപ്പമില്ല. അവസാനം അടി കൊണ്ട് വെള്ളം വന്നിട്ട് അന്ന് മുളക് ഞാൻ ഇഷ്ടം മുളക് ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് പാടിയാൽ അടിയില്ല, വളരെ മോശമായിട്ട് പാടിയാൽ ഒട്ടും അടിയില്ല, കുഴപ്പമില്ലാതെ പാടിയാൽ ഒരു ചെറിയ അടി, നന്നായിട്ട് പാടിയാൽ ഒരു തടവല് അസലായിട്ട് പാടിയാ ഒരു ഉഗ്ര അടി. അടിച്ച് അപ്പൊ ഞാൻ അങ്ങോട്ട് വരണ്ട, ഇത് കഴിയട്ടെ. സിധു ജയ്ഡാ, എന്തോ അടിപൊളി, സൂപ്പർ. സ്മാർട്ട് ഫാമിലി, സ്മാർട്ട് മോം ഡാഡ്, സ്മാർട്ട് കിഡ്. നല്ല രസമായിരുന്നു ചേച്ചി, ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. പിന്നെന്താ, ചക്ര നന്നായിട്ട് പാടി. ഇങ്ങനത്തെ പാട്ടുകൾ പാടുന്ന സമയത്ത് എപ്പോഴും എല്ലാ കണ്ടസ്റ്റൻസിനോടും പറയണൊരു കാര്യമുണ്ട്, അങ്ങനെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പേസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് പാടണം എന്നുള്ളത്, കോൺടാക്റ്റ് ആയിട്ട് പാടണം എന്നുള്ളത്, അത് അങ്ങനെ ഉണ്ടായിരുന്നു. അത് എപ്പോഴും ജേഡനുണ്ട്. അത് ഭയങ്കര വാക്കുകളൊക്കെ നല്ല ഇങ്ങനെ ആറ്റി കുറുക്കിയമാതിരി ഇങ്ങനെ അങ്ങനെ അങ്ങനെ മുറിച്ച് മുറിച്ച് പാടും. എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളുണ്ട്, മുത്തലപുരം മോഹൻദാസ് എന്നാണ് പേര്. ബാലരമയിൽ കഥയൊക്കെ എഴുതുന്ന ആളാണ്. ഈയിടെ അയാളുടെ മകന്റെ കല്യാണത്തിന് ഞാൻ പോയപ്പം ഗേറ്റ് തൊട്ട് വീട് വരെ ഇവന്റെ ഏറ്റവും ചെറുപ്പം തൊട്ട് ഈ കല്യാണത്തിന് നിശ്ചയം വരെയുള്ള ഫോട്ടോകൾ ഫ്ലക്സ് ആക്കി ഒരു ഭയങ്കര പ്രദർശനം വെച്ചിട്ട് ഇവൻ ചെറുപ്പത്തിൽ ജനിച്ചതിന്റെ, ഇപ്പൊ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടും, അന്ന് അതെടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. കല്യാണത്തിന് വന്ന എല്ലാവരും മണിക്കൂറുകളോളം കണ്ടതും ആസ്വദിച്ചതും ഏറ്റവും കൗതുകമായിട്ട് തോന്നിയൊരു കാര്യം അതാണ്. ഞാനിത് ഇവിടെ പറയാൻ കാരണം, ഒരു 6 മാസം മുമ്പ് ഒരിക്കൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു പരിപാടിയാണ് 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു നിങ്ങൾ 3 പേരും കൂടി ഇവിടെ ഒന്നിച്ചൊരു വീട്ടിലെ ആൾക്കാർ ചെയ്ത് ഇവൻ ഇനി വലുതാവുമ്പോൾ അല്ലെ കുറെ നാളുകൾക്ക് അപ്പുറം ഇതിന്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓർമ്മയുടെ കണക്ക് പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വീഡിയോ ആയിരിക്കും. വളരെ നല്ല കാര്യമാണ്, ഭയങ്കര രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഈ പാട്ട് ഔസേ ബച്ചൻ സാറ്, ഞാൻ അത് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ഫാനാണ്. ഈ പാട്ടിനെ കുറിച്ച് ഇതൊരു ഗദ്യമാണ് ശരിക്കും, ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം. ഇതിനൊരു പാട്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് നല്ല പാടായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു പാട്ട്. അതുമല്ല, ബാൻഡ് സെറ്റൊക്കെയാണ് ഓർക്കസ്ട്ര. സാധാരണ പാട്ടിൽ വരുന്ന ഓർക്കസ്ട്രകൾക്കൊക്കെ ഒരു ബാൻഡ് BP സാധനങ്ങൾക്ക് ജഗതി ചേട്ടനെ ഓർക്കുന്നു ഈ പാട്ട് ഇതുപോലെ ഇവിടെ പാടി കേൾക്കുമ്പം. അതിൽ MG അണ്ണൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഭയങ്കര വലുതാണ്. MG അണ്ണൻ ഇങ്ങനെയുള്ള പാട്ടുകളിൽ ഒരു അഗ്രഗണ്യനാണ്. ഇപ്പം ഉദാഹരണം, ഇപ്പം സിത്താര പറഞ്ഞാലും അടിപൊളി പാട്ടാണെങ്കിലും കൺഫ്യൂഷൻ തീർക്കണമെന്ന് നിങ്ങൾ കേട്ട് നോക്കൂ, എന്ത് രസമുള്ള മെലഡി ആയിട്ടാണ്. പിന്നെ ഇപ്പം വെടിച്ചില്ല് പായുമ്പോൾ ചിരിക്കുന്ന റോക്കറ്റോ, സ്കെലിട്ടൻ ചിരിക്കും പോലെ ചിരിക്കുന്ന മോന്തായം എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വരികളൊക്കെ വന്നാലും അതിനെല്ലാം ഒരു പാട്ടാക്കി മാറ്റുന്നതിൽ പ്രത്യേക കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് MG അണ്ണൻ. അപ്പൊ MG അണ്ണൻ ഒരു കയ്യടി നമ്മൾ ഈ അവസരത്തിൽ കൃത്യമായിട്ട് കൊടുക്കണം. മോനും അത് വളരെ ഗംഭീരമായിട്ട് പാടി. അച്ഛൻ ഇതിൽ വളരെ ബുദ്ധിപരമായൊരു നിലപാടാണ് എടുത്തത്. ഒരു വരവ് 4 ഡീക്കില് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ അതിലൊന്നിലും പങ്കെടുക്കുന്നില്ല.
അത് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത കഥാപാത്രമാണോ അത്? അല്ല ഏ അല്ല ഡാൻസ് മാസ്റ്റർ പറഞ്ഞതാ. ഡാൻസ് മാസ്റ്റർ പറഞ്ഞ് വന്ന് 4 ഏത്ത ഇട്ടിട്ട് പോയാൽ മതിയെന്ന്. അല്ല ഏത്ത ലാസ്റ്റില് ഇടിച്ചിട്ട് പോയാന്ന് പറഞ്ഞു. ഏത്ത ഇടിച്ചിട്ട് പോയാന്ന് ഇവിടെ ആയതുകൊണ്ട്. ആ എന്നിട്ട് ഇറങ്ങി വന്നിട്ട് ഏത്തോട്ടോ. ഏത്ത വന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ എത്രയാന്ന് വെച്ചാൽ ഇട്ട് തീർത്താ മതി. അതേ നടക്കുള്ളൂ. അവന്റെ ഗംഭീരമായി കേട്ടോ. എന്തായാലും നമ്മൾ തരാനുള്ളത് അങ്ങ് തന്നേക്കാം. അടി അടി അങ്ങോട്ട് വരാം കേട്ടോ. മനസ്സിൽ പോലീസ് ആണെങ്കിലും ATM മുന്നിലെ സെക്യൂരിറ്റിയെ പോലെ ആയിപ്പോയി. ഇത് കേട്ടോ ATM മുമ്പിൽ നിൽക്കുന്ന കൊടുത്തു ഒന്നും നോക്കണ്ട. മൂഡ് പോയി അടിക്കാനുള്ള. അടിക്കാനുള്ള മൂഡ് പോയി, പവർ പോയി, ക്യാരക്ടർ വിട്ടുപോയി. കൊടുക്കട്ടാ ഒന്ന് ഒരെണ്ണം കൊടുത്തോന്നേ. ഒരു കാര്യം ചെയ്യും ഞാൻ. അല്ല അത് മീനാക്ഷിക്ക് കൊടുത്തേക്ക്. എന്തിന് ഏതായാലും ഒരു അടി കൊണ്ടുപോയതല്ലേ. വെറുതെ ചുമ്മാ ഈ അനാവശ്യ പ്രകടനമൊക്കെ കാണിക്കുന്ന എനിക്കല്ലേ ശരിക്കും പറഞ്ഞ അടി കിട്ടുന്നത്. അല്ലേ ശരിക്കും പറഞ്ഞ ഇത് ഓഡിയൻസ് ഒക്കെ ഇയാൾക്ക് എന്ത് ജോലി, ഇയാൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എനിക്കല്ലേ ശരിക്കും അടി കൊള്ളുണ്ട്. അതുകൊണ്ട് ഞാൻ വടി ഇവിടെ കൊടുത്തു. വടി കൊടുത്ത് അടി വാങ്ങിച്ചു. അത് വേറൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും നേരമൊക്കെ തമാശയായിട്ട് ഇരിക്കും, പക്ഷെ അവൻ സീരിയസ് ആയിട്ട് അതുകൊണ്ട് ഒരു കാര്യം സീരിയസ് ആയിട്ട് ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അങ്കിൾ ചെറിയൊരു അടി തന്നു. ഗുരുനിന്ദ അരുത്, ഗുരുനിന്ദ അരുത്. 3 പ്രാവശ്യം പറയട്ടെ. അരുത് നരകം. ആഹാ സൂപ്പറായില്ലേ? വടി കൊടുത്ത് അടി മേടിച്ചു. അപ്പോ എന്താണ് ഗ്രേഡ് മാമ? പോലീസ് മാമനായി. വേണ്ട. A+. Congratulations, you are awarded A+ for the song. അപ്പൊ എല്ലാരും ഫാമിലി റൗണ്ടിൽ അടിച്ചു പൊളിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പൊ നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്താലോ? ജഡ്ജസ് വെൽക്കം ഓൺ സ്റ്റേജ്. സിതാര ചേച്ചി. ഈ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ജെയ്ഡൻ. ക്യൂട്ടി ദ ബ്യൂട്ടി സാബ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ലയൺ ഹെയ്റ്റ് സിറപ്പ് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ്. മൊമെന്റ് ഓഫ് ദ ഡേ. രാജാവിന്റെ ഒക്കെ ഒരു ചായ.